കേരളത്തിൽ MSWന് സ്കോപ്പ് ഉണ്ടോ? ഒറ്റ വാക്ക് പറയുകയാണെങ്കിൽ ഉണ്ട്. MSW പഠിച്ച ആൾക്കാർക്ക് കേരളത്തിൽ ജോലിക്കുള്ള സാധ്യതകളുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത്. സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ സോഷ്യൽ വർക്ക് ഫീൽഡിൽ കേരളത്തിൽ പലതരത്തിലുള്ള ജോലി സാധ്യതകളുണ്ട്. ആക്ച്വലി ഓരോ ഏരിയയിലും സോഷ്യൽ വർക്കേഴ്സിന്റെ ആവശ്യം ഇപ്പോഴത്തെ കാലത്തുണ്ട്. അപ്പം അതിനനുസരിച്ചുള്ള ഓപ്പർച്യൂണിറ്റീസും ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇതിനൊക്കെ ഒരു വേറൊരു വശമുണ്ട്. അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. അതിന് മുമ്പ് ഞാൻ എൻ്റെ ഒരു ലൈഫ് ജേർണി പറഞ്ഞുതരാം. ഞാൻ എങ്ങനെയാണ് കേരളത്തിൽ ഒരു സോഷ്യൽ വർക്കറായിട്ട് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ഞാൻ MSW കഴിഞ്ഞതാണ്. മുംബൈ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞ ടിസ് എന്ന് പറഞ്ഞ കോളേജിലാണ് ഞാൻ MSW കഴിഞ്ഞത്. MSW കഴിഞ്ഞ സമയത്ത് എനിക്ക് നാട്ടിൽ ജോലി ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ഞാൻ അവിടുത്തെ പ്ലേസ്മെന്റ് ഒന്നും അത്ര നോക്കാതെ നാട്ടിലോട്ട് വന്നത്. പക്ഷെ നാട്ടിലെത്തിയപ്പം റിയാലിറ്റി ചെക്ക് ഹിറ്റായി എന്ന് പറയാമല്ലോ, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. കാരണം ഞാൻ ഒരുപാട് ജോലികൾ അന്വേഷിച്ചു. ജോലി ഇല്ല എന്നുള്ളൊരു സീനില്ല, പക്ഷേ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടും ഫ്രഷർ ആയതുകൊണ്ടും സാലറി ഒക്കെ ഭയങ്കര കുറവായതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ആ സമയത്ത് ഉണ്ടായി. അങ്ങനെ കുറേ ജോലികൾ അന്വേഷിച്ചു, കുറേ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ട് അവസാനം പത്രത്തിലൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടാണ് ഞാൻ ഇപ്പൊ ചെയ്യുന്ന ജോലി ചെയ്യുന്നത്. കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്റർ എന്ന് പറയുന്ന ജോബാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ഞാൻ മുന്നിട്ടിട്ടുണ്ട്, അത് നിങ്ങൾക്ക് പോയി കാണാം. ഈ ജോലിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ന്യൂസ് പേപ്പറിൽ ഇങ്ങനെ ഒരു അപേക്ഷ ക്ഷണിക്കുന്ന വാർത്ത കണ്ടിട്ട് ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് അപേക്ഷ കൊടുത്ത് അവർ ഇന്റർവ്യൂവിന് വിളിച്ച് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടാണ് ഞാൻ കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്റർ ആവുന്നത്. ഈ ജോബ് കിട്ടുന്നതിന് മുമ്പ് ഞാൻ ഒരുപാട് പല വ്യത്യസ്ത തരം ജോലികളിൽ അപ്ലൈ ചെയ്തിരുന്നു. വ്യത്യസ്ത തരം ജോലികൾ ട്രൈ ചെയ്തിട്ടുണ്ട്. ഞാനൊരു സൈക്കാട്രിക് ഹോസ്പിറ്റലിൽ 1-2 മാസം പോയിട്ടുണ്ടായിരുന്നു. അവിടെ എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ പിന്നെ പോകുന്നതാണ്. അങ്ങനെ കുറെ അന്വേഷിച്ചാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു ജോലിയിലോട്ട് ഞാൻ എത്തുന്നത്. MSW പഠിച്ച ഒരാൾക്ക്, സോഷ്യൽ വർക്കർ ആയിട്ടുള്ള ഒരാൾക്ക് കേരളത്തിൽ ജോലി സാധ്യതകളൊക്കെ ഉണ്ട്. പലതരത്തിലുള്ള ജോലികളുണ്ട്. പല ഏരിയകളിൽ ജോലി നമുക്ക് കിട്ടും. മെഡിക്കൽ ഫീൽഡിലായാലും സ്കൂളിലായാലും പിന്നെ മറ്റ് പബ്ലിക് സെക്ടർ കമ്പനികൾ, NGO, അങ്ങനത്തെ പല ഏരിയകളിൽ നമുക്ക് ജോലി കിട്ടും. ഓരോ ഏരിയയിലും എന്തൊക്കെ തരം ജോലികളാണ് ഉണ്ടാവുക എന്നാണ് ഞാൻ പറയാൻ പോണത്. അത് എന്ത് ജോലിയാണെന്നുള്ളത് ഞാൻ ബ്രീഫ് ആയിട്ടൊന്ന് പറഞ്ഞുതരാം. സ്കൂൾ സെറ്റിംഗ്സിൽ സ്കൂൾ കൗൺസിലർ, സ്റ്റുഡന്റ് കൗൺസിലർ എന്നൊക്കെ പറയുന്ന പോസ്റ്റുകളുണ്ട്. അത് സ്കൂളിലെ കുട്ടികളുടെ മെന്റൽ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് അവിടെ പോസ്റ്റ് ചെയ്യുന്നതാണ്. കൗൺസിലിംഗും മറ്റു കാര്യങ്ങളും പിന്നെ കുട്ടികളുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു കേസുകളൊക്കെ ഉണ്ടായാൽ സ്കൂൾ കൗൺസിലറാണ് അതിൽ ഇടപെടാം. പിന്നെ ഹോസ്പിറ്റലുകളിൽ മെഡിക്കൽ സോഷ്യൽ വർക്കർ അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന് പറഞ്ഞ പോസ്റ്റൊക്കെ ഉണ്ട്. ഇത് ആ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന, അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന, അവർക്ക് സോഷ്യലി ആയിട്ടുള്ള എന്തെങ്കിലും ഹെൽപ്പുകൾ വേണോ, ഇൻഷുറൻസ് വേണോ, മറ്റെന്തെങ്കിലും സ്കീമുകളിൽ അവരെ ചേർക്കണോ എന്ന കാര്യങ്ങളൊക്കെ നോക്കുന്നത് അവിടുത്തെ സോഷ്യൽ വർക്കർ ആയിരിക്കും. ഇനി സൈക്കാട്രിക് ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ അവിടെ സൈക്കാട്രിക് സോഷ്യൽ വർക്കർ ഉണ്ടായിരിക്കും. അല്ലാത്ത സോഷ്യൽ വർക്കർ എന്ന പേരിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. കേസ് മാനേജേഴ്സ് ഉണ്ടായിരിക്കും. ഇവിടെ കേസ് മാനേജർ കേസൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്, ആൾക്കാർ വിളിക്കുന്നത്, ഫോളോ അപ്പ് എടുക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫയലൊക്കെ ഡോക്യുമെന്റ് ചെയ്യുന്നതൊക്കെ അവരായിരിക്കും. സൈക്കാട്രിക് സോഷ്യൽ വർക്കേഴ്സ് ഒക്കെ കൗൺസിലിംഗ് കൊടുക്കുക, പിന്നെ ഗ്രൂപ്പ് കൗൺസിലിംഗ് കൊടുക്കുന്നത്. ഇനി അതല്ലാതെ കമ്പനികളിലും NGO-കളിലൊക്കെ പ്രോഗ്രാം കോർഡിനേറ്റർ, പ്രോജക്ട് കോർഡിനേറ്റർ, പ്രോജക്ട് മാനേജർ അങ്ങനത്തെ പോസ്റ്റുകൾ ഉണ്ടായിരിക്കും. അത് ആ കമ്പനി ചെയ്യുന്ന അല്ലെങ്കിൽ ആ NGO ചെയ്യുന്ന എന്തെങ്കിലും ഒരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുക, അതിന്റെ കാര്യങ്ങൾ നോക്കുക, അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് സംസാരിക്കുക, അതിന് വേണ്ട ഫണ്ട് ഉണ്ടാക്കുക, ആർക്ക് വേണ്ടിയിട്ടാണോ ആ പ്രൊജക്ട് ചെയ്യുന്നത് അവരുമായിട്ടുള്ള ഇന്ററാക്ഷൻ, ഇതൊക്കെയാണ് അവരുടെ മെയിൻ പരിപാടി. ഫണ്ട് റൈസിംഗ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇവന്റുകൾ കണ്ടക്ട് ചെയ്യാനും മറ്റ് പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നതൊക്കെ ഈ ഓഫീസേഴ്സ് ആയിരിക്കും. എല്ലാ കമ്പനികളിലും ഒരു CSR എക്സിക്യൂട്ടീവ് ഉണ്ടാകും. CSR എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം, എല്ലാ കമ്പനികളുടെയും ഒരു 10% തോന്നുന്നു, ഐ തിങ്ക് സോഷ്യൽ ഡെവലപ്മെന്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കണം എന്നാണ്. അപ്പം അത് കോർഡിനേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് അവിടുത്തെ CSR എക്സിക്യൂട്ടീവ്. അത് പൊതുവെ സോഷ്യൽ വർക്കേഴ്സ് ആണ് ആവാറുള്ളത്. അതല്ലാതെ NGO-കളിലൊക്കെ തന്നെ ഫീൽഡ് ഇൻവെസ്റ്റിഗേറ്റർ എന്ന് പറഞ്ഞ പോസ്റ്റ്, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി വർക്കർ, ഫീൽഡ് വർക്കർ, അങ്ങനത്തെ പോസ്റ്റുകളൊക്കെ ഉണ്ടായിരിക്കും. ഇനി അതല്ലാതെ കോളേജുകളിലും ഇതേപോലെ തന്നെ അക്കാഡമിക് കൗൺസിലേഴ്സ്, സ്റ്റുഡന്റ് കൗൺസിലേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും. പിന്നെ അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ് ഉണ്ട്, കോളേജുകളിൽ പഠിപ്പിക്കുന്ന. PSC അത് വിളിക്കാറുണ്ട്. അല്ലാതെ തന്നെ കോളേജുകളിലും അവർ സെപ്പറേറ്റ് വിളിക്കാറുണ്ട്. ഗവൺമെന്റ് സെറ്റിംഗ്സിലോട്ട് വരികയാണെങ്കിൽ MSW കഴിഞ്ഞ ആൾക്കാർക്ക് PSC വഴി കിട്ടുന്ന ചില ജോലികളുണ്ട്. ICD സൂപ്പർവൈസർ എന്ന് പറയുന്ന പോസ്റ്റ്, വേറെ ഒന്നാണ് CDPO എന്ന് പറയുന്ന പോസ്റ്റ്. PSC-യിൽ തന്നെ വെൽഫെയർ ഓഫീസർ, പ്രൊഫഷൻ ഓഫീസർ, അങ്ങനത്തെ വേറെ പല പോസ്റ്റുകളുണ്ട് കേട്ടോ. പിന്നെ ഗവൺമെന്റിന്റെ തന്നെ കോൺട്രാക്ട് ജോലികളുണ്ട്. ഇപ്പൊ ഞാൻ ചെയ്യുന്ന പോലത്തെ ജോലികൾ, കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്റർ ഒരു കോൺട്രാക്ട് ജോലിയാണ്. അതല്ലാതെ ഇപ്പൊ കുടുംബശ്രീയിലെ കമ്മ്യൂണിറ്റി കൗൺസിലർ എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ട്. അതല്ലാതെ ഗവൺമെന്റിന്റെ തന്നെ പല പ്രൊജക്ടുകളിൽ, ഇപ്പം സൂയിസൈഡ് പ്രിവെൻഷന് വേണ്ടിയിട്ട്, മറ്റ് വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട്, എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ ഒക്കെ പല പോസ്റ്റുകളും വരാറുണ്ട് സോഷ്യൽ വർക്കിന് വേണ്ടിയിട്ടുള്ള. അപ്പം ഇങ്ങനത്തെ പലതരത്തിലുള്ള ജോലികൾ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. MSW കഴിഞ്ഞ ഒരാൾക്ക് അത് കിട്ടുന്നതിലുള്ള ബുദ്ധിമുട്ടുകളും അതിലെ സാലറിയുടെ ഒക്കെ കാര്യങ്ങളൊക്കെയാണ് ഒരു പ്രശ്നം ഉണ്ടാവുന്നത്. അപ്പം ഇത്തരം ജോലികൾ എവിടെയാണ് അന്വേഷിക്കുക, അതിന് നോട്ടിഫിക്കേഷൻസ് എവിടെയാണ് വരാന്നുള്ള ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവില്ലേ? അതിന് വേണ്ടിയിട്ട് പത്രങ്ങളിൽ പൊതുവേ ഇങ്ങനത്തെ വാർത്തകൾ ഉണ്ടാവാറുണ്ട്. അതല്ലാതെ പല വാട്സപ്പ് ഗ്രൂപ്പുകളും, വാട്സപ്പ് ചാനലുകൾ, ഇൻസ്റ്റാഗ്രാം പേജുകളൊക്കെ ഉണ്ട്. അതിലൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്.
പിന്നെ ലിങ്ക്ഡിൻ അല്ലെങ്കിൽ ഇൻഡീഡ് എന്നൊക്കെ പറഞ്ഞ വെബ്സൈറ്റുകളുണ്ട്. അതിലൊക്കെ നമുക്ക് ഈ ജോലികൾ നോക്കാവുന്നതാണ്. ഇങ്ങനത്തെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് തരുന്ന വാട്സ്ആപ്പ് ചാനലുകളുടെയും മറ്റ് ഇൻസ്റ്റാഗ്രാം പേജുകളുടെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിങ്ങൾ ചോദിച്ചാൽ അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിൽ ഞാൻ ഓൾറെഡി വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. ജനറൽ ആയിട്ട് ഇപ്പോൾ ഏത് ജോലി ആയാലും അതിന് ഇന്റർവ്യൂസിലൊക്കെ ചോദിക്കാറുള്ളത് ഒന്ന് നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. ഇപ്പൊ നമ്മൾ MSW പഠിച്ച സമയത്ത് ഫീൽഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ. ആ ഫീൽഡ് വർക്കിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ, ഏത് ജോലിക്കാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസുകൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ മെയിൻ ആയിട്ട് ചോദിക്കാറുണ്ട്. ഫ്രഷർ ആയിട്ടുള്ള ഒരാൾക്ക് അതിൽ പറയാൻ പറ്റുന്നത് അവരുടെ ഫീൽഡ് വർക്ക് നിന്നുള്ള എക്സ്പീരിയൻസുകളായിരിക്കും. അതല്ലാതെ നമ്മുടെ മറ്റ് സ്കില്ലുകൾ എന്താണ്, ഒരു പ്രസന്റേഷൻ ചെയ്യാൻ അല്ലെങ്കിൽ ക്ലാസ് എടുക്കാൻ അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള വിഷയങ്ങളിലൊക്കെ നമ്മുടെ ഒരു നോളജ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ ഇന്റർവ്യൂവിൽ ചോദിക്കാറുണ്ട്. പിന്നെ മോസ്റ്റ്ലി നമ്മൾ MSW പഠിക്കുന്ന വിഷയങ്ങൾ ചോദിക്കും. നമ്മളൊരു സൈക്യാട്രിക് റിലേറ്റഡ് ആയിട്ടുള്ള ജോലിക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മെന്റൽ ഹെൽത്ത്, MSc, പിന്നെ ഹിസ്റ്ററി ടേക്കിംഗ് അങ്ങനത്തെ കാര്യങ്ങളും മറ്റ് കമ്മ്യൂണിറ്റി മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് ചോദിക്കും. മെന്റൽ ഹെൽത്ത് ആക്ടിനെ പറ്റിയിട്ട് മറ്റു സ്കീമുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന കാര്യങ്ങളൊക്കെ ചോദിക്കും. ഇപ്പോൾ വുമൺ ചിൽഡ്രൻ റിലേറ്റഡ് ഒക്കെ ആയിട്ടാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്. ഇപ്പോൾ വുമൺ റിലേറ്റഡ് ആയിട്ടുള്ള നിയമങ്ങൾ, അവർക്കുള്ള സ്കീമുകൾ, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ, പോക്സോ, പോഷ് ആക്ട്, പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ. അതേപോലെ തന്നെ ഓരോ ഏരിയകളിലും അതിൻ്റെതായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള വിഷയങ്ങൾ പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ ഒരു ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ നമ്മൾ ഏത് ഏരിയയിലാണോ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മളൊന്ന് റിവൈൻഡ് ചെയ്യുക. ഒപ്പം അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസുകൾ ഉണ്ടോ എന്നുള്ളതും കൂടി നമ്മളൊന്ന് സെറ്റാക്കി വെക്കാം. ഇനി ഇപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞ ജോലികളൊക്കെ കേരളത്തിൽ അവൈലബിൾ ആണെങ്കിലും നമ്മൾ പലപ്പോഴും പറയാറുണ്ട് കേരളത്തിൽ MSWന് ആവശ്യത്തിനുള്ള സ്കോപ്പ് ഇല്ല എന്നുള്ളത്. അതിന്റെ ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ജോലിയല്ല നമുക്ക് ഇവിടെ കിട്ടുന്നത് എന്നുള്ളതാണ്. സോഷ്യൽ വർക്ക് റിലേറ്റഡ് ആയിട്ട് MSW പഠിച്ച ആൾക്കാർക്ക് പെർമനന്റ് ആയിട്ടുള്ള ഒരു ജോലിയൊക്കെ പെട്ടെന്ന് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം PSC വഴി കിട്ടുന്ന ജോലികളുണ്ട്, അതന്നെ. പക്ഷേ PSC എക്സാം കഴിഞ്ഞിട്ട് ലിസ്റ്റ് വന്നാലും കുറേ കാലം കഴിഞ്ഞിട്ടൊക്കെയാണ് അതിൽ റിക്രൂട്ട്മെന്റ് ഒക്കെ ഉണ്ടാവാറുള്ളത്. മറ്റെല്ലാ ജോലികളും ഇപ്പോൾ ഏത് കമ്പനികളിലായാലും NGOകളിലായാലും പഞ്ചായത്തുകളിലായാലും ഹോസ്പിറ്റലുകളിലും സ്കൂളുകളിലൊക്കെ ആയാലും എല്ലാം കോൺട്രാക്ട് ജോലികളാണ് ഉണ്ടാവുക. കോൺട്രാക്ട് ജോലികളാണെങ്കിൽ പോലും സാലറി വൈസ് ഭയങ്കര കുറവാണ്. ചെറിയ സാലറിക്കൊക്കെയാണ് പല സ്ഥലത്തും MSW പഠിച്ച ആൾക്കാർക്ക് ജോലി കിട്ടുന്നത്. ഞാൻ ആദ്യം ഒരു മെന്റൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ചു കാലം, ഒരു ഫ്യൂ മന്ത്സ് മാത്രം. അവിടെ എനിക്ക് കിട്ടിയിരുന്നത് 7000 രൂപയാണ് ഒരു മാസം. ഇപ്പൊ ഞാൻ ചെയ്യുന്ന ജോലിയിലും എനിക്ക് 17,000 ആണ് കിട്ടുന്നത് സാലറി ആയിട്ട്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ കേരളത്തിലെ സോഷ്യൽ വർക്ക് പഠിച്ച ആൾക്കാർക്ക് കിട്ടുന്ന ജോലികളിൽ ഒരു ആവറേജ് ലെവൽ ഓഫ് സാലറി ആണ്. ആക്ച്വലി കുറവെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഈ ലെവലിലാണ് എല്ലാവർക്കും കിട്ടുന്നത് എന്നുള്ള ഒരു റിയാലിറ്റി കേരളത്തിലുണ്ട്. പഠിച്ചിറങ്ങിയ ഫ്രഷർ ആയിട്ടുള്ള ഒരാളും കൂടി ആണെങ്കിൽ കാര്യം കുറച്ചും കൂടി ബുദ്ധിമുട്ടായിരിക്കും. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്താലും ജോലി കിട്ടുന്നതിൽ ബുദ്ധിമുട്ടുകൾ വരും. കിട്ടിയാൽ തന്നെ നമ്മുടെ സാലറി ഒക്കെ ഭയങ്കര കുറവായിരിക്കും. MSW കഴിഞ്ഞ് ജോലിക്ക് കയറുന്ന ഒരാൾക്ക് 25,000ന്റെ മുകളിൽ സാലറി കേരളത്തിൽ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ തന്നെ അതൊരു വലിയ കാര്യമാണ് സത്യം പറഞ്ഞാൽ. ആ ഒരു ലെവൽ വരെ എത്താൻ പല കമ്പനികളും പല സെന്ററുകളും ഒന്നും ഇപ്പോഴും തയ്യാറാവുന്നില്ല എന്നുള്ളൊരു റിയാലിറ്റി കേരളത്തിലുണ്ട്. അതുകൊണ്ടാണ് MSW ഒക്കെ പഠിച്ച ആൾക്കാർ പുറത്തു പോയിട്ട് സാമൂഹ്യ പ്രവർത്തനമൊക്കെ നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നത്. നമ്മുടെ നാട്ടിൽ പ്രശ്നങ്ങൾ ഇല്ലാഞ്ഞിട്ടോ ഇവിടെ ഒരു സോഷ്യൽ വർക്കറിന്റെ ആവശ്യം ഇല്ലാഞ്ഞിട്ടോ അല്ല. പക്ഷേ നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ അത് നമ്മുടെ ഒരു സർവീസ് എന്നതിനോടപ്പുറം തന്നെ അതിലൊരു സ്റ്റെബിലിറ്റി നമുക്ക് വേണമല്ലോ. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഞാൻ MSW പഠിച്ച സമയത്ത് അവിടെ ടിസിലെ പ്ലേസ്മെന്റ് ഒക്കെ ഒരുപാട് വരാറുണ്ടായിരുന്നു. മോസ്റ്റ്ലി നോർത്ത് ഇന്ത്യൻ കമ്പനികളും NGOകളൊക്കെയാണ് വരുന്നത്. എന്റെ കൂട്ടത്തിലുള്ള എന്റെ ബാച്ച്മേറ്റ്സ്, എന്റെ ഫ്രണ്ട്സ് ഒക്കെ പല ആൾക്കാരും അന്ന് പ്ലേസ്മെന്റിൽ പല കമ്പനികളിലും കയറിയിട്ടുണ്ട്. ഇപ്പോഴും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല സാലറിക്ക് വർക്ക് ചെയ്യുന്നവരുണ്ട്. മിനിമം 30K ഒക്കെയാണ് എന്റെ കൂടെയുള്ള പല ആൾക്കാരും വർക്ക് ചെയ്യുന്നത്. അതിപ്പോ 40K 50K ഒക്കെ മുകളിലൊക്കെ ഫ്രഷർ ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. കേരളത്തിന് പുറത്ത് പൊതുവെ MSWന് കുറച്ചും കൂടി അധികം നല്ല സാലറിയിലൊക്കെ ഉള്ള ജോലി സാധ്യതകളുണ്ട്. സോഷ്യൽ വർക്ക് ജോലികൾ റൂറൽ ഏരിയകളിലൊക്കെ ഒരുപാട് ഉണ്ടാവാറുണ്ട്. ഇപ്പൊ NGOകളിലൊക്കെ അവർക്കൊക്കെ നല്ല സാലറിയിലാണ് സത്യം പറഞ്ഞാൽ ജോലിയുള്ളത്. മറ്റു മെട്രോപൊളൈറ്റൽ സിറ്റീസ് ആയാൽ പോലും, മുംബൈ, ബാംഗ്ലൂർ, ഡൽഹിയിലൊക്കെ ആയാൽ പോലും അവിടെ ജോലി ചെയ്യുന്നവർക്കും നല്ല സാലറിയിലൊക്കെ തന്നെയാണ് എൻ്റെ അറിവിൽ സോഷ്യൽ വർക്ക് പഠിച്ച ആൾക്കാർക്കുള്ളത്. പക്ഷെ ഇവിടെയും പ്ലേസ്മെന്റ് വഴി കിട്ടുമ്പോഴാണ് നമ്മൾ എക്സ്പീരിയൻസ് ഉണ്ടോ, ഫ്രഷർ ആണോ എന്നുള്ളൊരു പ്രശ്നം അവിടെ വരാത്തത്. അതല്ലാതെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ എക്സ്പീരിയൻസിന്റെ ഒക്കെ ബുദ്ധിമുട്ട് ഔട്ട് ഓഫ് കേരളയും ഉണ്ടാവാറുണ്ട്. പിന്നെ ഇന്ത്യന്റെ പുറത്ത് നോക്കുകയാണെങ്കിലും പല കൺട്രികളിലും ഇപ്പൊ മെഡിക്കൽ സോഷ്യൽ വർക്ക്, സൈക്കാട്രിക് സോഷ്യൽ വർക്കിനൊക്കെ നല്ല സ്കോപ്പ് ഉള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. GCC കൺട്രികളിൽ ദുബായ്, മറ്റ് അബുദാബി, ഖത്തർ, അവിടെ ഒക്കെ നല്ല സ്കോപ്പ് ഉള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. ഈ സ്കൂൾ കൗൺസിലർ എന്ന് പറഞ്ഞ പോസ്റ്റ് നല്ലതായിട്ട് കേട്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ മെഡിക്കൽ സോഷ്യൽ വർക്കർ പോലത്തെ പോസ്റ്റുകൾക്കൊക്കെ നല്ല സാലറിയിൽ നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ജോലി അവിടെ കിട്ടുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ അതല്ലാതെ മറ്റു പല രാജ്യങ്ങളിലും നല്ല ജോലി സാധ്യതകൾ MSW പഠിച്ച ആൾക്കാർക്ക് ഉണ്ട് എന്നുള്ളത് ഞാനും കേട്ടിട്ടുണ്ട്. പിന്നെ അതിന് കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് കറക്റ്റ് അറിയില്ല. ഇതൊക്കെയാണ് MSW പഠിച്ച സോഷ്യൽ വർക്ക് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു റിയാലിറ്റി ഇൻ കേരള. MSW പഠിച്ച ഒരാൾ എന്നുള്ള നിലയ്ക്കും കേരളത്തിൽ ജോലി ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്കും എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു അവസാനത്തെ ഉപദേശം എന്ന് പറയുന്നത്, നിങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയമാണെങ്കിൽ കോളേജിൽ പ്ലേസ്മെന്റ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ മാക്സിമം പ്ലേസ്മെന്റ് വഴി ഒരു ജോലി കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് വരും. അപ്പോൾ നിങ്ങൾ ആ പ്ലേസ്മെന്റ് വഴി തന്നെ ജോലി കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. കാരണം അവിടെ ആകുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഫ്രഷർ ആണെന്നുള്ളൊരു പ്രശ്നമൊന്നും അവിടെ വരില്ല. അതെല്ലാം നമ്മൾ പുറത്ത് വേറെ നോക്കാന്ന് പറയുമ്പോൾ ഫ്രഷർ ആണ്, എക്സ്പീരിയൻസ് ഇല്ല എന്നുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരും. പിന്നെ കേരളത്തിന്റെ പുറത്ത് ജോലി ചെയ്യാനും അവിടെ ഒരു
ഒരു ലൈഫ് സെറ്റ് ആക്കാനൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ അത് ഒരു ബെറ്റർ ഓപ്ഷൻ ആയിട്ട് തന്നെ എടുക്കാം. ഇപ്പം നോർത്ത് ഇന്ത്യയിലൊക്കെ ജോലി ചെയ്യാനൊക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൂടുതലായിട്ട് നോക്കുക. കാരണം നിങ്ങൾക്ക് അത് കിട്ടാൻ സാധ്യത ഉണ്ട്. ഇനി അതല്ല കേരളത്തിൽ തന്നെ നിങ്ങൾക്ക് ജോലി ചെയ്യണം എന്നാണുള്ളതെങ്കിൽ മാക്സിമം ജോലികൾ അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് പറ്റിയ ജോലി കിട്ടുന്നവരെ നിങ്ങൾ അന്വേഷിക്കുക. നിങ്ങൾക്ക് പറ്റിയൊരു ജോലി നിങ്ങൾ കണ്ടാൽ സാലറി കുറവാണെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ആ ഒരു ജോലി എടുക്കുക. 1-2 വർഷം ആ ജോലിയുമായിട്ട് മുന്നോട്ട് പോയിട്ട് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങി വെക്കുക. എന്നിട്ട് നിങ്ങൾ കുറച്ചും കൂടി ഹയർ ജോലികളൊക്കെ അന്വേഷിച്ചിട്ട് ഹയർ സാലറിയിലുള്ള ജോലികളൊക്കെ നോക്കിയിട്ട് മുന്നോട്ട് പോവുക. സോ ഡോണ്ട് ഗെറ്റ് ഡിസപ്പോയിന്റഡ്. നിങ്ങൾക്ക് ഒന്നും കിട്ടണില്ല, വിചാരിച്ച സാലറി ഒന്നും കിട്ടുന്നില്ല എന്നുള്ളത് ട്രൈ ചെയ്യുക. പിന്നെ സാലറി ഒക്കെ കുറവ് കിട്ടുന്നത് നമ്മുടെ കുറവ് കൊണ്ടോ നമുക്ക് കഴിവില്ലാഞ്ഞിട്ടോ അല്ല, അത് സിസ്റ്റത്തിന്റെ പ്രശ്നമാണെന്നുള്ളത് മനസ്സിലാക്കുക. സോ ദാറ്റ്സ് ഇറ്റ്. ഇനി കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ്, ഞാൻ അതിനുള്ള മറുപടി ആയിട്ട് വരാം. ഓക്കെ, സീ യു ദെൻ, ബൈ.